السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهد الله فلا مضل له ومن يضلل فلا هادي له، ونشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. صلى الله على سيدنا محمد وعلى آله وصحبه أجمعين. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني يا رسول الله. بسم الله الرحمن الرحيم. واصبر نفسك مع الذين يدعون ربهم بالغداة والعشي يريدون وجهه ولا تعد عيناك عنهم تريد زينة الحياة الدنيا ولا تطع من أغفلنا قلبه عن ذكرنا واتبع هواه وكان أمره فرطا. قال الله عز وجل: المرء على دين خليله فلينظر أحدكم من يخالله. قال شفيعنا وسيدنا رسول الله صلى الله عليه وسلم. ബഹുമാനവും ആദരവും നിറഞ്ഞ വേദിയിലുള്ള നമ്മുടെ നാർസത്ത് സലീം ഉസ്താദിൻ്റെ മകൻ മാമൂസാരി ഉസ്താദ്, എല്ലാ വർഷവും നമ്മുടെ വേദിയിൽ സലീം ഉസ്താദ് വരലുണ്ട്. ചെറിയ അസുഖം കാരണം കൊണ്ട് ഉസ്താദിന് വരാൻ കഴിഞ്ഞിട്ട് അല്ലാഹു തആല മജ്ലിസിന് ബറക്കത്തുള്ള ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ, പൂർണ്ണമായ ശിഫ നൽകാൻ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ സ്വാഗത ഭാഷണം നടത്തിയ നമ്മുടെ മുഅല്ലിം ഉസ്താദ് ഫാറൂഖ് ഹനീഫി ഉസ്താദ്, ജമാഅത്ത് അധ്യക്ഷനായ ഇബ്രാഹിം ഹാജി, നമ്മുടെ കുത്തുബിയത്ത് അധ്യക്ഷൻ ഹാജി, അതുപോലെ നമ്മുടെ സദസ്സിലുള്ള പ്രിയപ്പെട്ട ഉസ്താദുമാർ, നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കൾ, സഹോദരങ്ങൾ, സഹോദരിമാർ, നമ്മുടെ അഫ്ഫൻ്റെ ഉസ്താദ്, ലൈവിൻ്റെ നമ്മുടെ മദനി ഉസ്താദുണ്ട്, അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട ദഫിൻ്റെ കുട്ടികളുണ്ട്, പ്രിയപ്പെട്ട ഉമ്മമാരുണ്ട്, സഹോദരിമാരുണ്ട്, അതുപോലെ നമ്മുടെ സൗണ്ട്സിൻ്റെ, അതുപോലെ ഒരുപാട് നമുക്ക് ഇവിടെ പ്രവർത്തിച്ച നമ്മുടെ വലക്കാരും മറ്റെല്ലാം ഉണ്ട്. അള്ളാഹു എല്ലാവർക്കും ദുനിയാവിലും ആഖിറത്തിലും സന്തോഷം നൽകുമാറാകട്ടെ. നമ്മുടെ ഇന്നത്തെ മുഖ്യ പ്രഭാഷണം, നമ്മുടെ ദുആന്റെ നേതൃത്വം എല്ലാം മഹാനായിരിക്കുന്ന സയ്യിദ് അവറുകളാണ്.
സയ്യിദ് അവറുകൾ ഇൻഷാ അല്ലാഹ് നിമിഷങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ വേദിയിലേക്ക് എത്തും. നല്ല സാരസമ്പൂർണമായ നല്ല ഒരു ഉപദേശം ഇൻഷാ അല്ലാഹ് നമുക്ക് സയ്യിദ് അവറുകൾ പറഞ്ഞു തരും. അല്ലാഹു സയ്യിദ് അവറുകൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. മുമ്പ് നമ്മുടെ നാട്ടിലേക്ക് വന്ന് നമുക്ക് എല്ലാവർക്കും വലിയ സന്തോഷം. ഇനിയും അവിടുന്ന് മറന്നിട്ടില്ല. വലിയൊരു നേതൃത്വമുള്ള വലിയ സയ്യിദ് അവറുകളാണ്. അതുപോലെ ഇന്ന് നമ്മുടെ ഉദ്ഘാടനം ചെയ്യേണ്ടത് ബഹുമാനപ്പെട്ട ശൈഖുന ഉദ്യാപുരത്തെ ഉസ്താദ് അവറുകളാണ്. ഉസ്താദ് ഇന്ന് ഉദ്യാപുരത്ത് മാസത്തിന്റെ ഒരു സിയാറത്തുണ്ട്, കൂട്ടു സിയാറത്ത്. അത് ഇന്നായിരുന്നു. വേറെ തങ്ങന്മാരെല്ലാം പേരുന്നു. അതുകൊണ്ട് ഉസ്താദിന് ഇന്ന് ഇവിടേക്ക് സമ്മതിക്കാൻ സാധിച്ചിട്ടില്ല. അല്ലാഹു തആല ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദ് അവറുകൾ അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. ദീർഘകാലം നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് ദീനിക്ക് നേതൃത്വം വഹിക്കാനുള്ള ആഫിയത്ത്, ഖുവ്വത്ത്, ഹിമ്മത്ത്, തൗഫീഖ് അല്ലാഹു നൽകുമാറാകട്ടെ. ഉസ്താദിന്റെ ശരീരത്തിലുള്ള രോഗങ്ങൾക്കൊക്കെ അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. ആ നേതൃത്വം തണൽ അല്ലാഹു നമുക്കിനും ധാരാളം നീട്ടി തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുപോലെ നമ്മുടെ വലിയൊരു നേതൃത്വമാണ് ബഹുമാനപ്പെട്ട കബക്കത്ത് ഉസ്താദ് അവറുകൾ. ഉസ്താദ് ഇന്ന് ഉംറയിലാണ്. അല്ലാഹു തആല മഖ്ബൂലായ ഉംറ ജീവനും മർദിയ സിയാറത്തും ധാരാളം ഇബാദത്ത് ചെയ്യാനുള്ള ആഫിയത്തും തൗഫീഖും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉസ്താദിന് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. എല്ലാവരും ശഫിയ കൊടുക്കുമാറാകട്ടെ. അതുപോലെ നമ്മുടെ നാട്ടിൽ ഒരുപാട് ഹസീന ഉസ്താദ് അടക്കമുള്ള ഉസ്താദുമാരുണ്ട്. നമ്മുടെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ നല്ലവരായിരിക്കുന്ന മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളും ഉണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ അബൂബക്കർ ഹാജി അല്ലാഹ് ഒരു കുതുബത്തിനും എല്ലാവിധത്തിനാണ്. പക്ഷേ ആഫിയത്ത് കുറഞ്ഞതുകൊണ്ട് നമ്മൾ മജീസിൽ വന്നിട്ടുണ്ട്. അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. നമ്മളെ സേക്കുഞ്ഞാക്ക, നമ്മളെ കുഞ്ഞിച്ച അല്ലാഹ് എല്ലാ മാസം കുതുബത്തിന് വന്നുകൊണ്ട് ആളുകളായിരുന്നു. എല്ലാ ദിവസവും ജമാഅത്തിന് വന്ന ആളുകളായിരുന്നു. അവർക്ക് രോഗമാണ്. അല്ലാഹുവിന് ആഫിയത്ത് നൽകണം റഹ്മാനെ, ദീർഘായുസ്സ് നൽകണം റഹ്മാനെ, പൂർണ്ണമായ ആഫിയത്ത് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അതേപോലെ നമ്മുടെ എല്ലാ ജമാഅത്തിലെത്തിയിരുന്ന നമ്മളെ ഇബ്രാഹിം ഹാജി, ഇസ്ഹാഖിന്റെ ബാപ്പ ഇബ്രാഹിം ഹാജി അല്ലാഹ് എല്ലാ ജമാഅത്തിനും സുബഹിക്കും എല്ലാ 5 വക്തിനും നമുക്കുണ്ടായ ആളായിരുന്നു. അല്ലാഹു അദ്ദേഹം നമ്മളിൽ നിന്ന് പെട്ടെന്ന് വിടവറിഞ്ഞു പോയി. അല്ലാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് നൽകണം റഹ്മാനെ, ഖബർ സന്തോഷത്തിലാക്കണം റഹ്മാനെ. നമ്മളെ പഞ്ചായത്ത് അധ്യക്ഷ അല്ലാഹ് നല്ല വലിയ നമ്മളെ ഏളമായിക്കൊണ്ട ആളാണ്. എപ്പോഴും ജുമാ കഴിഞ്ഞിട്ട് വലിയ ശബ്ദത്തിൽ ഏളമായിക്കൊണ്ട ആളാണ്. ഇന്ന് ഖബറിൽ അല്ലാഹുവിനെ പുറത്തു കൊടുക്കണം റഹ്മാനെ. പാവപ്പെട്ട അദ്ദേഹത്തിന് മോനുണ്ടായി വലിയൊരു പാവപ്പെട്ട ഒരു മനുഷ്യനാണ്. അല്ലാഹുവേ അദ്ദേഹം ഖബറിലാണ് പുറത്തു കൊടുക്കണം റഹ്മാനെ. അതുപോലെ നമ്മുടെ കൂടുതൽ ഒരുപാട് ആൾ ഖബറിലാണ്. കഴിഞ്ഞ വർഷം നമ്മുടെ കൂടെ ഉണ്ടായവർ ഇന്ന് ഖബറിൽ പല ആളുകളുമുണ്ട്. അല്ലാഹുവേ അവരൊക്കെ നിനക്കറിയാമല്ലോ റഹ്മാനെ. എല്ലാവർക്കും റഹ്മാനെ പുറത്തു കൊടുക്കണം റഹ്മാനെ. അന്ന് കുതുബിയത്ത് തുടങ്ങിയത് മുതൽ, ഈ പള്ളി പണ്ട് തുടങ്ങിയത് മുതൽ ആരൊക്കെ ഇവിടെ പ്രവർത്തിച്ചിട്ടോ സഹകരിച്ചിട്ടുണ്ടോ അല്ലാഹ് എല്ലാവർക്കും നീ ഹയാത്തുള്ളവർക്ക് നീ റഹ്മാനെ സിയാദത്ത് കൊടുക്കണം റഹ്മാനെ. ബറക്കത്തും ഐശ്വര്യം പ്രദാനം ചെയ്യണം റഹ്മാനെ. ഖബറുള്ളവർക്ക് നീ വലിയ മഗ്ഫിറത്ത് നൽകണം റഹ്മാനെ. ഞങ്ങൾക്ക് ഞാൻ വന്ന് മുതൽ സുബ്ഹാനല്ലാഹ് എനിക്ക് ഭക്ഷണം തന്ന എത്രയോ ഉമ്മമാർ ഇന്ന് ഖബറിലാണ്. അല്ലാഹ് പല ആളുകളും ഓർമ്മയാകുന്നുണ്ട്. അല്ലാഹുവേ അവർക്കൊക്കെ നീ ഈ ഖബറിൽ സന്തോഷം നൽകണേ അല്ലാഹ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അല്ലാഹു ബറക്കത്ത് ചെയ്ത സ്ഥലത്താണ് നാം ഉള്ളത്. അല്ലാഹു തന്ന ബറക്കത്ത് അത് നാം നിലനിർത്തണം. അല്ലാഹുവിന്റെ ബറക്കത്ത്, അല്ലാഹുവിന്റെ നിഅമത്ത് കിട്ടിയാൽ പിന്നെ നാം അല്ലാഹുവിനെ മറക്കേണ്ടതല്ല ചെയ്യേണ്ടത്. അല്ലാഹുവിന്റെ ബറക്കത്ത് കിട്ടുക എന്നുള്ളത് ചെറിയ വിഷയമല്ല. അല്ലാഹുവിന്റെ നിഅമത്ത് കിട്ടുക എന്നുള്ളത് ചെറിയ വിഷയമല്ല. അത് അല്ലാഹുവിന്റെ വലിയൊരു തൗഫീഖാണ്. കാരണം എന്തെന്നറിയുമോ? മക്കളുള്ള പല ആളുകളെ നാം കണ്ടിട്ടുണ്ടാകാം. കുറേ മക്കളുണ്ട്. പക്ഷേ ആ മക്കളുണ്ടായിട്ട് കുറെ ആൾക്ക് ഈ ആണുമക്കൾ കുറേ ഉണ്ട്. നമുക്ക് പെൺമക്കൾ വലിയ കുറെ എല്ലാം ആണുമക്കായല്ലേ. അങ്ങനെ എല്ലാം ആണുമക്കളായിട്ട് അവസാനം ഈ മക്കൾ ഉപകാരം കിട്ടാത്ത ആളുകൾ എത്രയുണ്ട് ഇല്ലേ?
എത്ര ആളുകൾ മക്കൾ ഉണ്ടായിട്ടും ഉപകാരമില്ല. എന്തേ? അള്ളാഹു മക്കൾ ബറക്കത്ത് ചെയ്തിട്ടില്ല. അതുപോലെ സ്വത്തുണ്ടായിട്ടും ബറക്കത്തില്ലാത്തവരുണ്ട്. സ്വത്തുണ്ട് പക്ഷേ ബറക്കത്തില്ല. ഒന്ന് അള്ളാഹു തന്നതിൽ നമുക്ക് ബറക്കത്തുണ്ടാകണം. അള്ളാഹു തന്നതിൽ ബറക്കത്തുണ്ടായാലേ അതാ വിജയം കിട്ടുകയുള്ളത്. അള്ളാഹു വല്ലപ്പോഴും നമുക്ക് ബറക്കത്ത് ചെയ്തു തന്നാൽ നാം ഭാഗ്യവാന്മാരാണ്. ആ ബറക്കത്തിന് വേണ്ടി നാം എന്തു ചെയ്യണം? അള്ളാഹുവിനെ മറക്കലല്ല, അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അള്ളാഹുവിലേക്ക് നാം ശുക്ർ ചെയ്യണം. ആ ശുക്ർ ചെയ്താൽ വഇൻ സകർതും ലഅസീദന്നകും, അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പറയുന്നു, വഇൻ സകർതും ലഅസീദന്നകും, നിങ്ങൾ എനിക്കതാ ശുക്ർ ചെയ്താൽ, നന്ദി ചെയ്താൽ. അതെങ്ങനെ ശുക്ർ ചെയ്യുന്ന? നന്ദി ചെയ്യുന്ന ശുക്ർ ചെയ്യുന്ന എങ്ങനെ? അള്ളാഹുവിനക്ക് ശുക്ർ ചെയ്യുന്നത് എങ്ങനെ? നമ്മളെ കൂട്ടത്തിലുള്ള ആൾക്ക് നമ്മൾ ശുക്ർ ചെയ്യാം. ചിലപ്പോൾ അയാൾക്ക് ആവശ്യമുള്ളൊരു സാധനം നാം കൊടുത്തു, അതുകൊണ്ട് അയാൾക്കൊരു ഉപകാരം കിട്ടും. അങ്ങനെ ചെയ്യാം. എന്നാൽ അള്ളാഹുവിനിക്ക് എന്താ കൊടുക്കേണ്ടത്? അത് മറ്റൊന്നുമല്ല. അള്ളാഹു പറയുന്നത് ശുക്ർ എങ്ങനെയാണ് അള്ളാഹുവിനിക്ക്? അള്ളാഹു തന്ന ആഫിയത്ത്, അള്ളാഹു തന്ന നിഅമത്ത്, അത് അള്ളാഹുവിനിക്ക് വേണ്ടി സമർപ്പിക്കുക. അത് അള്ളാഹുവിനിക്ക് വേണ്ടി അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ഉപയോഗിക്കുക. പിന്നെ വിശദീകരിക്കേണ്ടതില്ല. ആഫിയത്തുള്ളവൻ അവന്റെ ആഫിയത്തുണ്ട് അള്ളാഹുവിനിക്ക് വേണ്ടി, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി, അള്ളാഹുവിന്റെ ദീനിന്റെ ഖിദ്മത്തിന് വേണ്ടി, അള്ളാഹുവിനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി അവന്റെ ആഫിയത്തിനെ ചെലവഴിക്കുക. നേരത്തെ ഉസ്താദ് പറഞ്ഞില്ലേ ഖുതുബിയത്തിന് എന്ന സംഭവം. സുബ്ഹാനല്ലാഹ്. ഓ പ്രിയപ്പെട്ട എന്റെ സഹോദരങ്ങളെ, എല്ലാ മാസവും ഈ ഖുതുബിയത്തിന്റെ മജ്‌ലിസ് നടക്കുന്നുണ്ട്, അറിയുമല്ലേ? എല്ലാവരും അതിന് വരണം. ആ ഡേറ്റ് നാം അറിഞ്ഞ് എല്ലാവരും അതിന് എത്തണം. ബറക്കത്ത് എത്രയാണെന്ന് അറിയുമോ? ഞങ്ങളെ പള്ളി ബറക്കത്തുള്ളതാണ്. ചുറ്റുഭാഗത്ത് സ്വാലിഹീങ്ങളുണ്ട്, തീർന്നിട്ടില്ല. പള്ളിയിലുള്ള നടക്കുന്നതായിരിക്കുന്ന ഖുതുബിയത്തും സ്വലാത്തും വലിയ പവറുള്ളതാണ്. ഒരിക്കൽ ഒരാൾ വന്ന് ഒരു വിഷമം പറഞ്ഞു ഖുതുബിയത്തിന്റെ എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വലിയ ഒരു വിഷയമാണ്. വിഷയം എന്താണെന്ന് ഞാൻ പറയുന്നില്ല, വലിയ ഒരു ബേജാറിന്റെ വിഷയമാണ് അദ്ദേഹം പറഞ്ഞത്. എന്നിട്ട് അദ്ദേഹം വലിയ നിയ്യത്തിന്റെ ആളാണ്. അദ്ദേഹം പറഞ്ഞു, ഇൻഷാ അല്ലാഹ് ഉസ്താദേ, ഖുതുബിയത്ത് 7 ഖുതുബിയത്തിന് ഞാൻ സ്ഥിരണി കൊണ്ടുവരാം, എന്റെ ഉദ്ദേശം പൂർത്തീകരിക്കണം. അൽഹംദുലില്ലാഹ് 7 ഖുതുബിയത്തിന് അദ്ദേഹം സ്ഥിരണി കൊണ്ടുവന്നു. ആ ഉദ്ദേശം വലിയ പ്രയാസമുള്ള വിഷയമായിരുന്നു. അൽഹംദുലില്ലാഹ് ഇവിടുത്തെ ഖുതുബിയത്തിന്റെ മജ്‌ലിസ് കൊണ്ട്, ഔസുല്ലാഹുവിന്റെ ഹഖ് കൊണ്ട്, ഞങ്ങളുടെ പള്ളിന്റെ ബറക്കത്ത് കൊണ്ട് ആ ഉദ്ദേശം സഫലീകരിച്ചു കിട്ടി. അൽഹംദുലില്ലാഹ്. ഇത് ഒരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ ധാരാളം ആളുകളുണ്ട്. ഇടയ്ക്ക് ചിലപ്പോൾ വേറെ നാട്ടിലെ ആളുകളും വരുന്നുണ്ട്. ചിലവർക്ക് വിഷയം കേട്ടിട്ടാണ് വരുന്നത്. മിഞ്ഞാന്ന് വന്നിട്ട് കോഴി എടുത്തോണ്ട് വന്നു വീട്ടിലാ ഭാഗത്ത്. എന്നിട്ട് പറഞ്ഞു, എന്തേ അതൊരു കൗത്തുവേദന ഉണ്ടായി, അപ്പൊ കോഴി നെയ്യത്താക്കിട്ടാകുമ്പോൾ സുമറായി അങ്ങനെ കൊണ്ടുവന്ന് പ്രത്യേകം ദ്വാരക്കണം. ഇങ്ങനെ വേറെ വേറെ കേസുകളെ പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മളെ നിയ്യത്തും നമ്മളെ ഹിമ്മത്തും ഒരിക്കലും കുറഞ്ഞു പോകരുത്. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ പല നിലക്ക് ഞങ്ങൾക്ക് വരും. വെറും പൈസ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ വലിയ ആഫിയത്ത് ഉണ്ടെങ്കിലോ അല്ല, ആഫിയത്ത് കുറഞ്ഞെങ്കിൽ മാത്രമല്ല, ആഫിയത്ത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, കാശ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, പ്രിയപ്പെട്ടവരെ, നാം സമയം കണ്ടെത്തുന്നതിന് സമയം കണ്ടെത്തണം. നമ്മുടെ സ്വലാത്തിന്റെ മജ്‌ലിസ്, നമ്മുടെ ഖുതുബിയത്തിന്റെ മാസത്തിലേക്ക് നടക്കുന്നതാണ്. എല്ലാവരും വരുന്നുണ്ട്. ബാക്കിയാകുന്നവർ അതിന് വരണം. വലിയ ഫലമുണ്ട്. നിങ്ങൾ നിയ്യത്ത് വെച്ച് വരിക. തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് പൂർത്തീകരിക്കുന്നതിൽ സംശയമില്ല. അല്ലാഹു സ്വീകരിക്കട്ടെ, പൂർത്തീകരിക്കട്ടെ.
തീർന്നിട്ടില്ല മുഅ്മിനീങ്ങളെ. നമുക്ക് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം എന്തെന്നറിയുമോ? നമ്മുടെ പള്ളിയിൽ ജമാഅത്ത് നടക്കുമ്പോൾ ആ ജമാഅത്തിനെ നാം സന്തോഷിപ്പിക്കണം. ഞങ്ങളെ പള്ളിയെ നാം സന്തോഷിപ്പിക്കേണ്ടത് ഒന്നാമത് നമ്മുടെ ജമാഅത്തിന്, നിസ്കാരത്തിന്റെ ജമാഅത്തിന് എത്തിക്കൊണ്ടാണ്. എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് പറയുന്നു, എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് പറയുന്നു, എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് പറയുന്നു, എൻ്റെ പ്രിയപ്പെട്ടതായിരിക്കുന്ന യുവാക്കളോട് പറയുന്നു, മറന്നു പോകരുതേ, നിങ്ങൾ ആരും മറന്നു പോകരുത്. കാരണം പള്ളിന്റെ ജമാഅത്തിന്റെ പവർ എത്ര എന്നറിയുമോ? ഹബീബ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു ഏരിയയിൽ ഒരു ജാഗയിൽ 3 ആളുണ്ട്. അത്ര 3 ആളുകൾ ഒരു ജാഗയിൽ. ആ ജാഗയിൽ ഒരു പള്ളിയില്ല. പിന്നെ അവർ പള്ളിയിൽ നിൽക്കുന്നു ഒറ്റക്കെട്ട്. പറയുന്നു, ഒരു 3 പരയോ ഒരു 3 കുടിയുള്ള ആളുകളോ ഒരു 3 ആളുകളുള്ള സ്ഥലത്ത് ജമാഅത്ത് നടക്കുന്നില്ല എങ്കിൽ, അവിടെ ജമാഅത്ത് നിലനിർത്തുന്നില്ല എങ്കിൽ അവരുടെ മേൽ ശൈത്താനിന്റെ അധികാരമാണ് നടക്കുന്നത്. ശൈത്താനാണ് അവരെ ഭരിക്കുന്നത്. അവരെ നിയന്ത്രണം ശൈത്താനിലാണ്. അല്ലാഹു കാക്കുമാരാകട്ടെ. പ്രിയപ്പെട്ടവരെ, ജമാഅത്ത് എന്ന് പറഞ്ഞ് നിങ്ങൾ പുരുഷത്തുണ്ടെങ്കിൽ, അല്ല എനിക്ക് വേറൊരു പണിയില്ലെങ്കിൽ പോകാനുള്ളതല്ല, മറിച്ച് ജമാഅത്തിന് മെമ്പർഷിപ്പ് എടുത്ത എല്ലാവർക്കും ഞങ്ങളുടെ പള്ളിയിൽ ജമാഅത്ത് നടന്നില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരായി പോകും, എല്ലാവരും ഉത്തരവാദികളായി പോകും. അതെപ്പോൾ അവിടെ വരുന്നവരുള്ളവരല്ലേ? മതിയാകില്ല. ഒരു ദിവസം ജമാഅത്ത് നടന്നില്ലെങ്കിൽ എല്ലാവർക്കും കുറ്റത്തിന്റെ ഓഹരിയുണ്ട്. ആ ഓഹരിനെ ഖബറിൽ നാം അനുഭവിക്കേണ്ടി വരും. അല്ലാഹു കാക്കുമാരാകട്ടെ. നാം മഹ്ശറിൽ അനുഭവിക്കേണ്ടി വരും. അല്ലാഹു കാക്കുമാരാകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ വാഹനമില്ലാത്തവർ ആരുണ്ട്? പണ്ട് എത്രയോ ഞങ്ങൾ നടന്നുപോയ ഓർമ്മയില്ലേ? ഇന്ന് നടക്കേണ്ടതുണ്ടോ? വാഹനമില്ലാത്ത വീട് എത്രയുണ്ടെന്ന് പറയൂ സഹോദരന്മാർ. ഈ വാഹനം പള്ളിയിലേക്ക് നിസ്കാരത്തിന് പോകാൻ ഉപയോഗിക്കാനില്ലെങ്കിൽ പിന്നെ എന്തിനാണ് വാഹനം? മോനെ, അല്ലാഹ് തന്ന വാഹനമല്ലേ? ഒന്ന് സുബഹിക്ക് എഴുന്നേറ്റുകൊണ്ട് നിന്റെ വാഹനം എടുത്തുകൊണ്ട് പള്ളിക്ക് വന്നാൽ എന്തൊരു സുന്ദരം അവസ്ഥയല്ലേ, എന്തൊരു സന്തോഷമല്ലേ, എന്തൊരു സൗന്ദര്യമല്ലേ, അല്ലേ? പ്രിയപ്പെട്ടവരെ, വരാൻ കയ്യില്ല നമുക്ക്, ഇല്ലേ? കയ്യില്ല നമുക്ക്. എന്ത് കഴിയാതെ നമുക്ക്? നിന്റെ പണി അതാ സുബഹിക്കാണ് നിനക്ക് പണി. ആ ഇത്ര വലിയ ചളിയുണ്ടെന്ന് എഴുന്നേറ്റ് പോവില്ലേ? പോവാതെ നിവർത്തിയില്ല എങ്കിൽ അതുപോലെയാണ് പള്ളിന്റെ ജമാഅത്ത്. ഓ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മറന്നു പോകരുതേ. നാളെ തന്നെ നാം തുടങ്ങണം. ഇപ്പോൾ തന്നെ നാം നിയ്യത്ത് കരുതണം. ജമാഅത്തില്ലാത്ത നിസ്കാരമാകരുതേ. എല്ലാ നിസ്കാരം ജമാഅത്തിലാകാൻ ശ്രമിക്കണം. കഴിയുന്നത്തിലെങ്കിലും ജമാഅത്തിന് ഒരു ദിവസത്തിൽ ഒരു വഖത്തെങ്കിലും ജമാഅത്ത് കിട്ടില്ലെങ്കിൽ ഒരു നഷ്ടമാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് ജമാഅത്തിന് വലിയ പിരിസം വേണം, വലിയ സ്നേഹം വേണം. ആ നിസ്കാരത്തിന്റെ ജമാഅത്തിന് ഒരാൾ ആദത്താക്കുകയാണെങ്കിൽ സുബ്ഹാനല്ലാഹ്, അവൻ വലിയ സന്തോഷമാണ്. എവിടെ? ദുനിയാവിലും സന്തോഷമാണ്, മരിക്കുന്ന സമയത്തും സന്തോഷമാണ്, ഖബറിലും സന്തോഷമാണ്, ആഖിറത്തിലും സന്തോഷമാണ്. കാരണം മഹ്ശറിലെത്തിയാൽ അല്ലാഹു ആദ്യം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം എന്തെന്നറിയുമോ? നിസ്കാരത്തെ കുറിച്ചാണ് ചോദ്യം. എന്തിനെ കുറിച്ച്? മഹ്ശറിൽ പോയപ്പോൾ അല്ലാഹു ആദ്യം കേൾക്കുന്ന ചോദ്യം നിസ്കാരത്തെ കുറിച്ചാണ്. കളവ് പറയാൻ പറ്റുമോ? നിസ്കരിക്കാത്ത ആൾ നിസ്കരിച്ചാൽ കളവ് പറയാൻ പറ്റുമോ? ഇല്ല. എന്തേ? അന്ന് ഞങ്ങളെ നാക്കിന് സംസാരിക്കാനുള്ള അധികാരമില്ല. പിന്നെ സംസാരിക്കുന്നത് ആരാണ്? ഞങ്ങളുടെ കൈകൾ സംസാരിക്കുന്നു, നമ്മുടെ കാലുകൾ സംസാരിക്കുന്നു, നമ്മുടെ അവയവങ്ങൾ സംസാരിക്കുന്നു. ആർക്കും മാറി നിൽക്കാൻ സാധ്യമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ, ജമാഅത്തിലേക്ക് നാം എത്താൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.
അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നല്ല കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ചേരുന്നവരാകണം. നല്ലതിനെ ഒരിക്കലും നാം താത്തുന്നവരാകരുത്. നല്ലതിനെ ഒരിക്കലും നിസ്സാരമാക്കുന്നവരാകരുത്. നല്ലതിനെ നിസ്സാരമാക്കി പോയാൽ നമുക്കത് വലിയ നാശമാണ്. ബഹുമാനിക്കേണ്ട കാര്യത്തെ ബഹുമാനിച്ചില്ലെങ്കിൽ, ആദരിക്കേണ്ട കാര്യം നാം ആദരിച്ചില്ലെങ്കിൽ, തീർച്ചയായും നമുക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല നൽകുന്നത് പരാജയമാണ്, നഷ്ടമാണ്. മരണസമയത്ത് അവൻ ഈമാനില്ലാതെ ഈമാൻ നഷ്ടപ്പെട്ട് മരിക്കേണ്ടി വരും. അല്ലാഹു കാക്കുമാരാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, നമ്മുടെ ഈമാൻ ഭദ്രമാകണം, നമ്മുടെ വിശ്വാസം നന്നാകണം. കാരണം വിശ്വാസം കാലം മറിഞ്ഞതുപോലെ തന്നെ വിശ്വാസം കുറഞ്ഞുകൊണ്ട് പോകുന്നു, അല്ലേ? നമുക്ക് തന്നെ ഞങ്ങളെ വിശ്വാസത്തിന്റെ പവർ കുറഞ്ഞുകൊണ്ട് മുന്നൊരു പാക്ക് ഞാൻ ചെന്നിട്ടുണ്ട്. മുന്നേ നിസ്കരിക്കുന്ന ആൾ കുറച്ച്, നിസ്കരിക്കാത്തൊരു ആരുണ്ട്. പക്ഷെ നിസ്കരിക്കുന്നവരെ കാണുമ്പോൾ പേടിച്ചുകൊണ്ടായിരുന്നു. ഇന്ന് എല്ലാവരും നിസ്കരിക്കുന്നവര് ആർക്കും പേടിയില്ല. ഈ രൂപത്തിൽ എന്ത് ഈമാനികമായ അംശം കുറഞ്ഞുകൊണ്ട് പോകുന്നു. എന്തുകൊണ്ട്? ഈമാനിന്റെ അംശം കുറയുന്നത് നമ്മുടെ പ്രവർത്തനങ്ങളെ കൊണ്ടാണ്. നമ്മുടെ പ്രവർത്തനം അഡ്ജസ്റ്റിന്റെ പ്രവർത്തനമാണ്. ഇത് ദീനിൽ ശരിയാണോ തെറ്റാണോ ചിന്തിക്കാനുള്ള സമയമില്ല. തെറ്റാണെന്ന് അറിഞ്ഞിട്ടും അറിയാത്തതുപോലെ നാം നടിക്കുന്ന കാലമാണ്. എങ്ങനെയെങ്കിലും മോശമില്ല, കാശ് കിട്ടിയാൽ മതി, എങ്ങനെയെങ്കിലും മോശമില്ല, എനിക്ക് കിട്ടിയാൽ മതി, ഏതെങ്കിലും കിട്ടിയെങ്കിലും മതി എന്ന രൂപത്തിലുള്ള ചിന്ത വന്നു പോകരുത്. ഹറാമിനെ ഹറാമായി കാണണം, ഹലാലിനെ ഹലാലായി കാണണം. നാം എപ്പോഴും സ്വീകരിക്കുന്നതിനെ മാത്രം സ്വീകരിക്കണം, വെറുക്കുന്നതിനൊക്കെ വെറുക്കണം. അങ്ങനെ സ്വീകരിക്കേണ്ടതിനെ മാത്രം സ്വീകരിച്ചുകൊണ്ട് വെറുക്കേണ്ടതിനെ വെറുക്കുന്നവരാകണം. എങ്കിൽ മാത്രമാണ് ഈമാൻ നിൽക്കുന്നത്. ഇല്ലെങ്കിൽ ഈമാൻ വരിപ്പോകും. ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരുന്നു. طلع البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا لله داع. طلع البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا لله داع. അൽഹംദുലില്ലാ, സയ്യിദ് അവറുകൾ നമ്മുടെ മജ്ലിസിലേക്ക് എത്തി. ആ ബദ്യം നിരിക്കുന്നവരെല്ലാം ആ കിടാക്ക ദപ്പന് കിടാക്കിരുന്നിട്ട് പോയ ജാക്ക. അതുകൊണ്ട് ആ ബദ്യം നിരിക്കുന്നവരെല്ലാം ഒന്ന് എതിർക്ക് വരും. നല്ല ഇൽമിന്റെ മജ്ലിസാണ്. എല്ലാവരും നാണക്കേടൊന്നുമില്ല. എതിർക്ക് വരും. സ്വർഗത്തിൽ ഞങ്ങൾക്ക് വേം പോകണം, വേം വരും. പിന്നെ ദൂരത്ത് നിൽക്കുന്ന ആളുകൾ അവർ തങ്ങ പറഞ്ഞു കൊടുക്കാത്തോണ്ടേ സയ്യിദ് അവറുകളെ തട്ടി നട്ടു. നമ്മളത് എപ്പോഴും കേൾക്കുന്നില്ല. അതുകൊണ്ട് മഹാനായ സയ്യിദ് അവറുടെ വേദിയിലേക്ക് എത്തിയിട്ടുണ്ട്. ദൂരം നിൽക്കുന്ന ആളുകൾ വന്ന് നമ്മുടെ മജ്ലിസിലിരുന്ന് ധന്യമാക്കുക. ആ സൈഡിലുള്ള പേര് കുറച്ച് എതിർക്ക് വരും. എതിർത്ത് കാലാക്കണ്ട, എതിർക്ക് വരും. മഹാനായിരിക്കുന്ന സയ്യിദ് അവറുകൾ ഇൻഷാ അല്ലാഹ്, മഹാനായിരിക്കുന്ന സയ്യിദ് അവറുകൾ നമ്മുടെ ഇന്നത്തെ ഈ മഹത്തായ ഖുതുബിയത്ത് മജ്ലിസ് നമുക്കെല്ലാം അറിഞ്ഞതുപോലെ നമ്മുടെ പള്ളിയിൽ ഖുതുബിയത്ത് തുടങ്ങിയിട്ട് ഇന്നൊക്കെ 49 വർഷമായി. എല്ലാ മാസവും 11-ന് ഈ ഖുതുബിയത്ത് ഇവിടെ നടക്കുന്നുണ്ട്. വലിയൊരു ബറക്കത്തുള്ള പള്ളിയാണ്, സ്ഥലമാണ്.
നമ്മുടെ മഹാനായ സയ്യിദുകൾ ഇതിനു മുമ്പ് 2 പ്രാവശ്യം നമ്മുടെ ഈ വാർഷികത്തിന് നേതൃത്വം വഹിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് ഈ പ്രാവശ്യം നമുക്ക് വന്ന് അൽഹംദുലില്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല സയ്യിദുകൾക്ക് ഇനിയും ദീർഘകാലം നമുക്ക് നേതൃത്വം വഹിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. സയ്യിദന്മാരെ ഉസ്താദന്മാരെ സ്നേഹിക്കുന്ന നാടാണ് നമ്മളെ ഈ ഭാരപ്പെട്ട നാട്. കാരണം സ്വാലിഹീങ്ങളെ സയ്യിദന്മാരെ സ്നേഹിക്കുന്നത് കൊണ്ട് ആണ് നമുക്ക് യഥാർത്ഥ വിജയമുള്ളത്. ഒരു ഹദീസിൽ കാണാം, ഹബീബ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നമാ മസലു അഹ്ലു ബൈത്തി ഫീക്കും കമസലി സഫീനത്തി നൂഹിൻ അലൈഹിസ്സലാം. അല്ലാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്, എൻ്റെ അഹ്ലു ബൈത്തിന്റെ ഉദാഹരണം നിങ്ങൾക്ക് എങ്ങനെ അറിയോ? റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നു, എൻ്റെ അഹ്ലു ബൈത്തിന്റെ ഉദാഹരണം കമസലി സഫീനത്തി നൂഹിൻ അലൈഹിസ്സലാം, നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കപ്പലിന്റെ ഉദാഹരണം പോലെയാണ്. എന്റെ കപ്പലിന്റെ സ്റ്റോറി, മൻ ദഖലഹാ നജാ വമൻ തഖല്ലഫ അൻഹാ ഗറഖാ. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കപ്പലിൽ കയറിയവരെല്ലാം രക്ഷപ്പെട്ടു. കയറാതെ എതിർത്തു പോയ ആളുകളെല്ലാം അവരെല്ലാം നശിച്ചുപോയി, മുങ്ങിപ്പോയി, തൂഫാനിൽ മുങ്ങിട്ട് നശിച്ചുപോയി. അപ്പൊ അഹ്ലു ബൈത്തിനെ പിടിച്ചവർ, അവരെ സ്നേഹിച്ചവർ, അവരുടെ ബന്ധം വെച്ചവർ, അവരുമായുള്ള ബന്ധമുള്ളവർ, അവരാണ് യഥാർത്ഥ മുഅ്മിനീങ്ങൾ വിജയിക്കുന്നവർ. അഹ്ലു ബൈത്തിനെ സാരമാക്കുന്നവർ, അവരെ ബന്ധം പുലർത്താത്തവർ, അവർക്ക് ആദരവ് നൽകാത്തവർ, അവർ അതാ നഷ്ടപ്പെടുന്നവരാണ്, അവർ പരാജയപ്പെടുന്നവരാണ്. അല്ലാഹു കാക്കുമാരാകട്ടെ. അതുകൊണ്ട് അത്രയും വലിയൊരു മഹത്വമാണ് ഹബീബായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തത്. അതുകൊണ്ട് പിന്നെ അഹ്ലു ബൈത്തിനെ സ്നേഹിക്കേണ്ട കാര്യം പറയേണ്ടതില്ല. മഹാനായിരിക്കുന്ന സയ്യിദുകളെ കുറിച്ച് ഞാൻ പറയേണ്ടതില്ല, നമുക്ക് എല്ലാവർക്കും പരിചയമുണ്ട്. നാം പല പ്രാവശ്യം ഇന്നരായ സയ്യിദുകളിൽ പോയി നമ്മുടെ വിഷമങ്ങളെ പറഞ്ഞ് നമുക്കത് ഉപകാരം കിട്ടിയത് എല്ലാവർക്കും അറിയാം. മഹാനായ സയ്യിദുകളുടെ നേതൃത്വത്തിൽ മാസം തോറും നടക്കുന്ന സ്വലാത്തുൽ വസീല അതുപോലുള്ളതായിരിക്കുന്ന മജ്ലിസുകൾ പല സ്ഥലങ്ങളും നടക്കുന്നുണ്ട്. മഹാനായ സയ്യിദുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. ഇനിയും ദീർഘകാലം ഈ ദീനിന് നേതൃത്വം വഹിക്കാൻ, ദീനിന് ഖിദ്മത്ത് നൽകാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. മഹാനായ സയ്യിദുകൾക്കും അവിടുത്തെ കുടുംബത്തിനും അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ എന്ന് മഹാനായ സയ്യിദുകൾക്ക് ദുആനെ നമ്മുടെ ജമാഅത്തിന്റെ പേരിലും ഖുതുബിയത്ത് കമ്മിറ്റിയുടെ പേരിലും എല്ലാ നിലക്കുള്ള അർഹിക്കുന്ന സ്വാഗതം ആശംസിക്കുന്നു. മഹാനായിരിക്കുന്ന സയ്യിദുകൾ ഇൻഷാ അല്ലാഹ് നമുക്ക് നല്ലൊരു ഉപദേശം നമുക്ക് പറഞ്ഞു തരും. അതിനുശേഷം ദുആ നേതൃത്വം വഹിക്കും ഇൻഷാ അല്ലാഹ്. ഒരുപാട് ആളുകൾ നമ്മൾ ഈ മജ്ലിസിലേക്ക് വേണ്ടി ഇറച്ചി തന്നവരും ദ്വാരക്കാൻ വേണ്ടി സംഭാവന തന്നവരും പ്രത്യേകം ഏൽപ്പിച്ചവരുണ്ട്. ഇതിനു വേണ്ടി പ്രവൃത്തി എല്ലാവർക്കും ഇൻഷാ അല്ലാഹ് സയ്യിദുകൾ അവസാനം നമുക്ക് ദുആ ചെയ്യും. അന്യരായ സയ്യിദുകളെ ആദരം ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.